ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലോകമെമ്പാടും COVID-19 എന്ന രൂപത്തിൽ ഒരു വലിയ മഹാമാരി പടർന്ന് ജനങ്ങളെ ആകെ അസ്വസ്ഥരാക്കുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാലത്താണ് ഈ 8 നോമ്പ് നാം ആചരിക്കുന്നതും അതിനോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നതും അതിൽ ആശ്രയിക്കുന്നതും. അനുഗ്രഹത്തിൻ്റെ നാളുകളാകട്ടെ എന്ന് ഞാൻ മുന്നമേ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പൊഴുത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച് പരിശുദ്ധ അമ്മ പറയുമ്പോൾ ആ വചനങ്ങൾ ഇന്ന് ലോകത്ത് നിവൃത്തിയാവുകയാണ്. മണർകാട് കത്തീഡ്രൽ പള്ളി ഉൾപ്പെടെ ലോകപ്രശസ്തമായ ആരാധനാലയങ്ങളിൽ നാനാജാതി മതസ്ഥരാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ കാലത്ത് എത്തിച്ചേരുന്നത്. ഈ അവസരത്തിൽ വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു ഇമേജ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങളാണ്. വെളിപ്പാട് 12-ന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: സ്വർഗത്തിൽ നിന്നൊരു വലിയ അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടവും ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഈ ദർശനം സഭയുടെ പിതാക്കന്മാർ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഈ കാലത്തേറെ പ്രസക്തമാണ്. ആരാണ് സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഈ സ്ത്രീ? നീതി സൂര്യനായ യേശു ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെക്കുറിച്ചുള്ള ദർശനമാണ്. അവളുടെ കാൽ കീഴെയുള്ള ചന്ദ്രൻ യോഹന്നാൻ മാബ്ദോനോയാണ്. തലയിലെ 12 നക്ഷത്രങ്ങൾ, ആ കിരീടത്തിലെ 12 നക്ഷത്രങ്ങൾ 12 അപ്പോസ്തലന്മാരുമാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മയും യോഹന്നാൻ സ്നാപകനും 12 അപ്പോസ്തലന്മാരും ചുറ്റും നിൽക്കുമ്പോൾ അത് സഭയുടെ പരിച്ഛേദമായി മാറുകയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ അതിക്രൂരമായ പീഡനം അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് യോഹന്നാന് ഈ വെളിപാട് സ്വർഗത്തിൽ നിന്നുണ്ടാകുന്നത്. സമാനമായ ഒരു പ്രതിസന്ധിയിൽ കൂടി ഞാനും നിങ്ങളും ഈ ലോകവും കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭ കടന്നു പോകുമ്പോൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള, തൻ്റെ മകനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന, നീതി സൂര്യനായ കർത്താവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീരത്നത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ചിത്രം എൻ്റെയും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ അമ്മയെക്കുറിച്ച് പറയുന്നത്, നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അമ്മ നിലവിളിക്കുകയാണ്. ഈ അമ്മയെ, യേശു ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അമ്മയെ, ഈ സ്ത്രീയെ ഇല്ലാതെയാക്കുവാൻ, നശിപ്പിക്കുവാൻ, പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മഹാസർപ്പത്തെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. നാലാ പ്രതിസന്ധിയിൽ നിന്നെല്ലാം, ഭീഷണികളിൽ നിന്നെല്ലാം ഭൂമി തന്നെ വായ് തുറന്ന് പ്രളയത്തിൻ്റെ രൂപത്തിൽ വന്ന ആ മഹാവിപത്തിനെ തടഞ്ഞ് ആ അമ്മയെ, ആ സ്ത്രീരത്നത്തെ രക്ഷിക്കുന്നതായിട്ടാണ് ദർശനം. പ്രതിസന്ധിയുടെയും പ്രാതികൂല്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സഭയും സമൂഹവും ലോകവുമാകെ കടന്നു പോകുമ്പോൾ ഈ പ്രത്യാശയുടെ പരിശുദ്ധ അമ്മയെ, ഭൂമി തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ യാഥാർത്ഥ്യമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരമാകുവാനായിട്ട് ഈ കാലത്ത്, പ്രത്യേകിച്ച് 8 നോമ്പ് ആചരിക്കുന്ന ഈ കാലത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാമെന്ന് ആമുഖമായി ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വേദഭാഗം ചുരുങ്ങിയ നിമിഷങ്ങൾ നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ടും ചിന്തയ്ക്കായിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള 55 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രശസ്തമായ ഒരു വേദഭാഗമാണ്. ലാറ്റിൻ ഭാഷയിൽ മാഗ്നിഫിക്കാറ്റ് എന്നറിയപ്പെടുന്ന ഈ വേദഭാഗം നമ്മുടെ ആരാധനകളിൽ സമൃദ്ധമായി ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. മറിയാം പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ് ദൈവത്തെ പുകഴ്ത്തുന്നു എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം
ആ ഗാനത്തെക്കുറിച്ച് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം. വില്യം ബാർക്ലേ എന്ന് പറയുന്ന പ്രസിദ്ധനായ വേദപണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് മാഗ്നിഫിക്കാറ്റ് ഇസ് ദി മോസ്റ്റ് റവല്യൂഷണറി സോങ് എവർ എന്നാണ്. ലോകത്തിലുണ്ടായ ഏറ്റവും വിപ്ലവകരമായ ഗാനം എന്നാണ് മറിയാമിൻ്റെ പാട്ടിനെക്കുറിച്ച് ബാർക്ലേ പറയുന്നത്. ആംഗ്ലിക്കൻ സഭയിലെ ആർച്ച് ബിഷപ്പായിരുന്ന വില്യം ടെമ്പിൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മറിയാമിൻ്റെ പാട്ട് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ആരും പാടരുത്, പാടിയാൽ അവിടെ വിപ്ലവമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്ക് വിപ്ലവകരമായ ഉള്ളടക്കമാണ് ഈ പാട്ടിൽ അന്തർലീനമായിരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഇന്ന് ഒരു കവിതാ രൂപത്തിലും പാട്ടിൻ്റെ രൂപത്തിലും മറ്റാരെങ്കിലും ഇത് എഴുതിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഒരു വിപ്ലവകാരിയെന്നോ കമ്മ്യൂണിസ്റ്റെന്നോ മാവോയിസ്റ്റെന്നോ ഒക്കെ വിളിച്ചേനെ. അത്രയ്ക്ക് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ഒരു പാട്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ആത്മാവിൽ പാടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്നാൽ അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകും, ഒരു ആത്മീയ വിപ്ലവം അവിടെ ഉണ്ടാകണം. അതാണ് ഈ പാട്ടിൻ്റെ സാരാംശവും പ്രസക്തിയും. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മറിയാമിൻ്റെ കാഴ്ചപ്പാടാണ്, അമ്മയുടെ കാഴ്ചപ്പാടാണ് ഇവിടെ വിവരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പാടുകയാണ്. സമാനമായ ഒരു പാട്ട് പഴയ നിയമത്തിലുണ്ട്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ ഹന്നായുടെ പാട്ടെന്ന് പറയുന്ന ആ വേദഭാഗം ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അവിടെയും ഹന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് പ്രചോദിതയായി പാടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരു ആത്മീയ വിപ്ലവമാണ്. അതേ ആത്മാവ് തന്നെയാണ് കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെയും പ്രേരിപ്പിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ നാസറേത്ത് പ്രകടന പത്രിക എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ വന്നപ്പോൾ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞ് കുരുടർക്ക് കാഴ്ചയും രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് സാന്ത്വനവും വിമോചനവും ദൈവത്തിൻ്റെ പ്രസാദവർഷവും പ്രഖ്യാപിക്കുന്ന ആ ഭാഗവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാണ്. ലാറ്റിൻ ഭാഷയിലാണ് മാഗ്നിഫിക്കാറ്റ് എന്ന് ഇതറിയപ്പെടുന്നത്. മാഗ്നിഫിക്കാറ്റ് അനിമ മിയ ഡൊമിനും എന്നാണ് ലാറ്റിൻ ഭാഷയിൽ മറിയാമിൻ്റെ പാട്ടിൻ്റെ ആദ്യത്തെ വരി ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ലോകപ്രസിദ്ധമായി ഈ പാട്ട് അറിയപ്പെടുന്നത് മാഗ്നിഫിക്കാറ്റ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, മറിയാമിൻ്റെ കാര്യത്തിൽ ഒരു വലിയ അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. പുരുഷനെ അറിയാതെ ദൈവത്തിൻ്റെ പ്രജയെ ഉത്ഭവിപ്പിക്കുക. എലിശബായുമായിട്ടൊരു സംഗമം നടക്കുകയാണ്. അതിൻ്റെയാണ് പശ്ചാത്തലം ഇവിടെ. എലിശബായി മച്ചി എന്നറിയപ്പെട്ടിരുന്നു. 2 പേർക്കും ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതത്തിൻ്റെ അവകാശം കിട്ടുകയാണ്. അസാധ്യമെന്ന് വിചാരിച്ചത് സാധ്യമാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാട്ട് പാടുന്നത്. അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അമ്മ പാടുമ്പോൾ ആ അമ്മയുടെ പെരുന്നാളിൽ പങ്കെടുക്കുന്ന നമുക്ക്, അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന നമുക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് ഈ 8 നോമ്പിൽ നമ്മൾ മുട്ടിപ്പായിട്ട് അമ്മയെപ്പോലെ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, നൊന്ത് പ്രാർത്ഥിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധ്യമാക്കി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ പ്രതിസന്ധികളെ അകറ്റുവാൻ ശക്തിയുള്ള ദൈവമാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് ഇരട്ടിയായി യോബിന് കൊടുത്തപോലെ മടക്കി തരാൻ ശക്തിയുള്ള ഒരു ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ മറിയാമിൻ്റെ പാട്ട് നമുക്ക് ആ വലിയ പ്രത്യാശ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അമ്മ പാടുന്നത്? ഒരു വലിയ ധാർമ്മിക വിപ്ലവത്തെക്കുറിച്ചാണ്. അവൻ ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിക്കുമെന്നല്ല, ചിഹ്നിച്ചു കഴിഞ്ഞു. അത് തുടരുകയും ചെയ്യും. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടും, താഴ്മയുള്ളവരെ ഉയർത്തും, വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കും, സമ്പന്നന്മാരെ വെറും കൈയോടെ പറഞ്ഞയക്കും. ഇതിലും വലിയ ആത്മീയ വിപ്ലവം എവിടെയാണ് ഉദ്ഘോഷിക്കപ്പെടുക? ധാർമ്മികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു നീതി പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അമ്മ പാടുന്നത്. തള്ളിക്കളഞ്ഞുവെന്ന് വിചാരിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം, പാവപ്പെട്ടവരെ കരുതുന്ന ദൈവം, സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുന്ന ഒരു ദൈവം. 1-2 സൂചനകൾ മാത്രം ഞാൻ നൽകാം.
സുരേന്ദ്രൻ ചുനക്കര എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ KR നാരായണനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച KR നാരായണൻ ഭാരതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്ന പുസ്തകം ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. KR നാരായണൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ പിറന്ന ഉഴവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പിറന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിൽ മുഴു പട്ടിണിയായിരുന്നു. അതിൻ്റെ പുറത്താണ് ജാതിയുടെ പേരിലുള്ള മറ്റു വിവേചനങ്ങളും പീഡനങ്ങളും അദ്ദേഹം സഹിക്കേണ്ടി വന്നു. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന നാരായണൻ എന്ന ബാലനോട് അവൻ്റെ അമ്മ നൊമ്പരപ്പെട്ടുകൊണ്ട് പറയുകയാണ്, മോനെ, നിനക്ക് രാവിലെ തന്നുവിടാൻ പ്രഭാത ഭക്ഷണത്തിന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഉച്ചയ്ക്ക് നിനക്ക് കഴിച്ച് തൃപ്തി അടയുവാനായിട്ട് പൊതിച്ചോറ് കെട്ടിത്തരാനും അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നീ വിഷമിക്കരുത്, നീ വൈകുന്നേരം മടങ്ങി വരുമ്പോൾ അമ്മ നിനക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാം. അങ്ങനെ ആശ്വസിപ്പിച്ച് അവനെ പറഞ്ഞു വിടുകയാണ്. നാരായണൻ വെള്ളം കുടിച്ച് വയറ് നിറച്ച് സ്കൂളിലേക്ക് പോകും. ഉച്ചവരെ പട്ടിണിക്കിരിക്കും. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പിരിയുമ്പോഴും കയ്യിലൊന്നുമില്ലാതെ പുറത്തുള്ള തെങ്ങിൻ തോപ്പിൽ പോയി അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളമാവോളം കുടിച്ച് വയറ് നിറയ്ക്കും. അപ്പോഴും വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മ എന്തെങ്കിലും ഭക്ഷണം കരുതി വെക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ മടങ്ങി വൈകുന്നേരം വീട്ടിലെത്തുന്ന നാരായണൻ കാണുന്നത് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരമ്മയെ. വെളിപ്പാട് പുസ്തകം 12 ആദ്യത്തെ 2 വചനങ്ങളിൽ കാണുന്ന അതേ അമ്മയുടെ ചിത്രം. നിലവിളിച്ചുകൊണ്ട് അമ്മ മകനോട് പറയുകയാണ്, മോൻ എന്നോട് ക്ഷമിക്കണം, നീ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കരുതി വയ്ക്കാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതാണ്, അപ്രകാരം ഞാൻ ചെയ്തതുമാണ്. ഉണ്ടായിരുന്ന അല്പം അരി അത് അവലാക്കി നിനക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരുന്നു. പക്ഷെ നീ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് അമ്മയെ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ നിനക്ക് വേണ്ടി അമ്മ കരുതി വെച്ച ആ അവിൽ ആ മനുഷ്യന് കൊടുക്കാതിരിക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം. അങ്ങനെ വീട്ടിലെ പട്ടിണിയും മറ്റുള്ളവരുടെ നീചമായ പ്രവർത്തനങ്ങളുമൊക്കെ ആവോളം സഹിച്ചാണ് നാരായണൻ വളർന്നു വലുതായത്. അദ്ദേഹം പഠിച്ചു. ധാരാളം സർവകലാശാലകളിൽ നിന്ന് അദ്ദേഹത്തിന് ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ സമ്പാദിച്ചു. അങ്ങനെ അദ്ദേഹം വളർന്നു. നല്ല ജോലികൾ കിട്ടി. അതിനിടയിലും ഒത്തിരി വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയുമൊക്കെ പഠിത്തമുണ്ടായിട്ടും പലയിടത്തും അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷെ അതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് യാത്ര തുടർന്നു. എത്രയോ രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനപതിയായ അംബാസഡറായിട്ട് അദ്ദേഹം വിളങ്ങി. അവസാനം തിരിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പലരും കളിയാക്കി. എതിർ സ്ഥാനാർത്ഥി കളിയാക്കി, മുണ്ടെടുക്കാൻ അറിയാൻ മേലാത്ത നാരായണനെയാണോ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നയിക്കുന്നത്? അപ്പോൾ അദ്ദേഹം സ്യൂട്ടുമൊക്കെ ധരിക്കുന്ന കാലമാണ്. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം മറുപടി നൽകി, നാരായണന് മുണ്ടെടുക്കാൻ അറിയാമല്ലെന്ന് പരിഹസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നാരായണന് മുണ്ടെടുക്കാൻ അറിയാമെന്ന് മാത്രമല്ല, മുണ്ട് നന്നായി മുറുക്കി ഉടുക്കുവാനും ശീലിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഒരു കാലത്ത് എല്ലാവരും മാറ്റി നിർത്തിയ, ഏറ്റവും പാവപ്പെട്ടവനും അഗണ്യനുമെന്ന് നീചജാതിയിൽപ്പെട്ടവനെന്നുമൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ, ഏറ്റവും ഒടുവിലാക്കി നിർത്തപ്പെട്ട നാരായണനെയാണ് ദൈവം ഉയർത്തി ഇന്ത്യയുടെ പ്രഥമ പൗരനായി ഉയർത്തിയത്. അതാണ് മറിയാമിൻ്റെ പാട്ടിൻ്റെ സാരാംശം. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. അവൻ അഹങ്കാരികളെ ചിതറിക്കും, താഴ്മയുള്ളവരെ ഉയർത്തും, ഒന്നാമനാക്കും, ഏറ്റവും അവസാനം നിൽക്കുന്നവരെ ഒന്നാം സ്ഥാനം നൽകി ആദരിക്കുന്ന ഉയർത്തുന്ന ദൈവം. ആ ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് അമ്മ പാടുന്നത്. നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും നടക്കേണ്ടുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് സൂചന. വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കും, സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കും. ഉയർച്ച താഴ്ചകൾ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകം കീഴ്മേൽ മറിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം. ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസും ശീലാസും കടന്നു വരുമ്പോൾ അവനെക്കുറിച്ച് സാമ്രാജ്യത്വ ശക്തികൾ പറയുന്നത്, ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ് ഇവിടെ കടന്നു വരുന്നത്, അവരിവിടെയും എത്തിയെന്നാണ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ശിഷ്യന്മാരുടെ ജോലി ഈ അനീതി നിറഞ്ഞ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുക എന്ന് തന്നെയാണ്. അതാണ് അമ്മയും പാടുന്നത്. ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ എത്രയോ അത്തരം ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെല്ലാനം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തെ ഒരു പ്രദേശം, മുക്കുവര് താമസിക്കുന്ന ഒരു ഹാർബർ ഏരിയ, അവിടെ വെള്ളപ്പൊക്കവും കോവിഡും ഒരുപോലെ അവരെ ആക്രമിച്ചപ്പോൾ അവർ വലിയ ദുരന്തത്തിലായി, പട്ടിണിയിലായി. അവരെ സഹായിക്കണമെന്നൊരു അപ്പീൽ പൊതുവെ ഉണ്ടായപ്പോൾ ധാരാളം പേര് പൊതിച്ചോറ് കെട്ടി
അവർക്ക് കൊടുത്തയച്ചത് നാം പത്രത്തിലും മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വായിച്ചു. അവിടെയും ഉണ്ടായിരുന്ന ഒരു മറിയം, അവിടെയും ഉണ്ടായിരുന്ന ഒരമ്മ മേരി എന്ന അതേ പേരിൽ. അമ്മ ചെയ്തത് എന്താണെന്ന് നമ്മൾ വായിച്ചറിഞ്ഞു, കേട്ടറിഞ്ഞു. അവർ കുറേ പൊതി കെട്ടി, ചോറ് പൊതിയാക്കി ആ സമൂഹത്തിന് അവരുടെ വിശപ്പകറ്റുവാനായിട്ട് കൊടുത്തു. ആ പാവപ്പെട്ടവരിൽ ഒരാൾ തനിക്ക് ലഭിച്ച പൊതി തുറന്നു നോക്കിയപ്പോൾ ആ പൊതിച്ചോറിനകത്ത് ചോറിൻ്റെയും കറിയുടെയും ഇടയ്ക്ക് ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗിൽ ഒരു 100 രൂപ നോട്ട്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അത് മേരി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സ്ത്രീ കൊടുത്തതാണ്. എന്തിനാണ് അവരത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തൊഴിലുറപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അന്ന് അവരുടെ കയ്യിൽ 200 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പകുതി തന്നെപ്പോലെ പ്രയാസത്തിൽ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് ഒരു നേരത്തെ ചായയ്ക്കും പഞ്ചസാരയ്ക്കും ആകട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണ്. അതാണ് വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നു. അതിനിടയിലും ഉള്ളതെല്ലാം കൂട്ടിവെച്ച് പങ്കുവയ്ക്കാതെ ആർത്തി ഇപ്പോഴും കാണിക്കുന്ന എത്രയോ പേര് ഈ വചനം, ദൈവത്തിൻ്റെ വചനം അറിയാതെ ഇത്രയും കോവിഡും പ്രളയവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തെക്കുറിച്ചൊരു മൂല്യബോധമില്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുമൊക്കെ ഉണ്ട്. അവിടെയാണ് കന്യകമറിയാം ആ മേരിയെപ്പോലെ, മറിയത്തെപ്പോലെ തന്നെ ചെല്ലാനത്തെ മറിയമും നമ്മുടെയൊക്കെ അമ്മയാകുന്നത്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ മറിയം പാടുന്ന ഈ പാട്ടിൻ്റെ സാരാംശം. കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ കണ്ടില്ലേ, ഏറ്റവും മുന്തിയ കാറുകളും സ്വന്തമായിട്ട് ഹെലികോപ്റ്ററൊക്കെ വാങ്ങിക്കാൻ നിവൃത്തിയുള്ളവരുമൊക്കെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ നിവൃത്തിയില്ലാതെ ഒരു ചെമ്പിനകത്ത് കയറി രക്ഷപ്പെടുന്നത്. അതേസമയം ഒരു സൈക്കിൾ പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവരെ ഹെലികോപ്റ്ററിലാണ് സർക്കാർ രക്ഷിച്ചത്. അതാണ് ഈ കീഴ്മേൽ മറിച്ചിൽ എന്ന് പറയുന്നത്. സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും പാവപ്പെട്ടവരെ ഉയർത്തുകയും വിനീതരെ ഉദ്ധരിക്കുകയും അഹങ്കാരികളെ ചിതറിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള സൂചന ഈ കോവിഡ് കാലത്ത് പോലും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഏത് കാലത്ത് നമുക്ക് ലഭിക്കും എന്ന് ചിന്തിക്കുവാൻ കഴിയണം. അതായത് സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, മുമ്പന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുമ്പന്മാരാകും. ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നവർ പുറകിലാകും, പിറകിൽ നിൽക്കുന്നവർ മുമ്പിൽ വരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അമ്മ ഇവിടെ പാടുന്നത്. അങ്ങനെ ഒരു കീഴ്മേൽ മറിയലിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യബോധവും തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കണം. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട, എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു വീഡിയോ, അതിൻ്റെ ഉള്ളടക്കം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു കർഷകൻ, അദ്ദേഹം വളർത്തുന്ന കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങൾ, അതാണ് ചിത്രത്തിൽ ആദ്യം കാണുന്നത്. ആ പട്ടിക്കുഞ്ഞുങ്ങളെ വിൽക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ട് അത് അനൗൺസ് ചെയ്യുകയാണ്. പപ്പീസ് ഫോർ സെയിൽ എന്ന് പറയുന്ന ഒരു ബോർഡ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ തള്ളപ്പട്ടിയും 6-7 കുഞ്ഞുങ്ങളും പട്ടിക്കുഞ്ഞുങ്ങളുമാണ് രംഗത്തുള്ളത്. ഈ ബോർഡ് കണ്ടിട്ട് ഒരു ബാലൻ അങ്ങോട്ട് കടന്നു വരികയാണ്. ആ ബാലൻ ഈ കർഷകനോട് ചോദിച്ചു, എനിക്കൊരു പട്ടിക്കുഞ്ഞിനെ വേണം, എത്രയാണ് വില? അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, 10-നും 15-നും ഇടയ്ക്ക് $. ഇതിനിടയിൽ ഒരു വിലയ്ക്ക് ഞാൻ തരാം. അപ്പോൾ ഈ ബാലൻ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് കയ്യിലുണ്ടായിരുന്ന ചില്ലറ നാണയങ്ങളെല്ലാം കൂടെ എണ്ണി നോക്കിയപ്പോൾ $3.50 അത്രയേ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ചോദിക്കുന്നത് 10-നും 15-നും ഇടയ്ക്ക് $. അപ്പോൾ ഈ ബാലൻ കർഷകനോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഈ വിലയ്ക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയും. പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് തള്ളപ്പട്ടി വരികയാണ്, അതിൻ്റെ അമ്മ വരികയാണ്. ആ പട്ടിയുടെ പുറകെ, തള്ളപ്പട്ടിയുടെ പുറകെ ഈ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. ഒരു പട്ടിക്കുഞ്ഞ് മാത്രം അവിടെ അവശേഷിച്ചു. മറ്റ് പട്ടിക്കുഞ്ഞുങ്ങളെപ്പോലെ വേഗത്തിൽ ആ തള്ളയുടെ പുറകെ ഓടുവാനായിട്ട് നിവൃത്തിയില്ലായിരുന്നു ഈ കൊച്ചു പട്ടിക്കുഞ്ഞിന്. അപ്പോൾ ഈ ബാലൻ കർഷകനോട് ചോദിച്ചു, ഈ കുഞ്ഞ് മാത്രം എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ കർഷകൻ പറഞ്ഞു, ഈ പട്ടിക്കുഞ്ഞിന് സ്വതവേ ഒരു ഡിസബിലിറ്റി ഉണ്ട്, അതിൻ്റെ എല്ലുകൾ തകർന്നു പോയി, അതുകൊണ്ട് മറ്റ് പട്ടിക്കുഞ്ഞുങ്ങളെപ്പോലെ ഓടാനോ ചാടാനോ ഒന്നും അതിന് സാധിക്കത്തില്ല, ഡിസേബിൾഡാണ് എന്ന് ആ കർഷകൻ പറയുകയുണ്ടായി. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ പട്ടിക്കുഞ്ഞിനെയാണ്. അപ്പോൾ ആ കർഷകൻ പറഞ്ഞു, ഇതിനെയാണെങ്കിൽ നീ വെറുതെ എടുത്തു, ഇതിനൊരു വിലയും തരണ്ട, ഇതിനൊരു വിലയുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത, ഒരു ഉപയോഗവുമില്ലാത്ത ഒരു പട്ടിക്കുഞ്ഞാണ്, ഇതിന് ഓടാൻ കഴിവില്ല, ഇതിനൊന്നും ചെയ്യാൻ കഴിവില്ല, ഇതിനെ വെറുതെ തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, വെറുതെ എനിക്ക് വേണ്ട,
മറ്റ് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് നീ നിശ്ചയിച്ച അതേ വില തന്നെ ഇതിനും കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനെ എടുക്കാം, 3.5 പൗണ്ട് ഞാൻ ഇപ്പോൾ തരാം, ബാക്കി ഞാൻ ഓരോ മാസവും കുറേശ്ശെ വീതം തന്ന് വീട്ടിക്കൊള്ളാം. പക്ഷേ മറ്റ് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അതേ വില ഈ പട്ടിക്കുഞ്ഞിനും കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് കർഷകനോട് ബാലൻ പറഞ്ഞപ്പോൾ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? ഓടാൻ കഴിവില്ലാത്ത, ചാടാൻ കഴിവില്ലാത്ത ഈ പട്ടിക്കുഞ്ഞിനെ എന്തിനാണ് നീ ഇങ്ങനെ വിലമതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ബാലൻ്റെ മറുപടി വാക്കുകളിലായിരുന്നില്ല. ആ ബാലൻ പെട്ടെന്ന് കുനിഞ്ഞ് താൻ ഇട്ടിരുന്ന ട്രൗസർ, പാൻസ് ഒന്ന് പൊക്കി, ഒരു കാല് പൊക്കി കാണിച്ചപ്പോൾ ആ ബാലൻ്റെ ഒരു കാല് ഉണ്ടായിരുന്നില്ല, അതിന് പകരം കൃത്രിമ കാല് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കർഷകന് അവൻ്റെ ആത്മാവ് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, ആ പട്ടിക്കുഞ്ഞിനെ പോലെയാണ് ഞാനും, എനിക്കും വേഗത്തിൽ ഓടാനോ ചാടാനോ ഒന്നും കഴിവില്ല. പക്ഷേ ഞാൻ ആ പട്ടിക്കുഞ്ഞിൻ്റെ കൂടെ ഉള്ളപ്പോൾ ആ പട്ടിക്കുഞ്ഞിനെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരൻ അവനുണ്ടാകും, അത് തിരിച്ചും എനിക്കുമുണ്ടാകും എന്നുള്ളതായിരുന്നു ആ ബാലൻ്റെ കാഴ്ചപ്പാട്. എത്ര വലിയ സന്ദേശമാണ്! ലോകം വിലയിടാത്തതിന് ഏറ്റവും വില നൽകുന്ന ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് മറിയാമിൻ്റെ പാട്ടിൽ കൂടി എല്ലാവരും മാറ്റി നിർത്തുന്നവരെ ദൈവം ഉയർത്തുകയാണ്. എല്ലാവരും നീചരെന്ന് കരുതുന്നവരെ ദൈവം ഏറ്റവും പ്രാമുഖ്യം നൽകി ആദരിക്കുകയാണ്. ഏറ്റവും പിറകിൽ നിൽക്കുന്നവനെ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം, നമ്മൾ മാറ്റി നിർത്തുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം. ആ വലിയ ധാർമ്മിക വിപ്ലവത്തെക്കുറിച്ച് മറിയാം പാടുമ്പോൾ ഈ കാലത്ത് യാതനയും പീഡനയും അനുഭവിക്കുന്ന നമ്മുടെ സഭയ്ക്കും ഇതിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാനും അതനുസരിച്ച് നമുക്കും വ്യക്തിപരമായും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ലോകത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ മാറുവാനും ഒരു ആത്മീക വിപ്ലവം നമ്മുടെ ഉള്ളിലും സഭയ്ക്കുള്ളിലും സമൂഹത്തിലും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയെ കൊണ്ട് പാടിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ ഗാനം ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.